വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ മൂന്നാമത് ഓഡിറ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, സഹകരണ വകുപ്പിൻ്റെ ഘടനയെപ്പറ്റിയാണ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് സെക്രട്ടറി കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സെക്രട്ടറിമാരുണ്ട്. അതുപോലെ സഹകരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുക. അതിന് താഴെയാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സഹകരണ സംഘം രജിസ്ട്രാറാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഹെഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ താഴെ അഡീഷണൽ രജിസ്ട്രാർമാരുണ്ടാവും, അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിന് താഴെ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് ജില്ലാതല മേധാവികൾ. സഹകരണ വകുപ്പിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൻ്റെ ഘടനയാണ് ഈ പറയുന്നത്. അതിൻ്റെ ജില്ലാതലത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാർമാരായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ഓരോ ജില്ലയിലും ഓരോ ജെആർമാരുണ്ടാവും. അതുപോലെ അതിന് താഴെ ജെആർമാർക്ക് താഴെയായിട്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർമാരാണ്. ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ താഴെയാണ് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാർ എല്ലാ താലൂക്ക് തലത്തിലുള്ള ഓഫീസർമാർ അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാരാണ്, അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽ. അപ്പോൾ ഹെഡ് ഓഫ് ദ താലൂക്ക് ലെവൽ ഓഫീസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൻ്റെ താലൂക്ക് തലത്തിലുള്ള മേധാവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാറാണ്. ജില്ലാതലത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാറും താലൂക്ക് തലത്തിൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറലുമാണ്. ആ അസിസ്റ്റൻ്റ് രജിസ്ട്രാർക്ക് താഴെയാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ്. ഇതുപോലെ തന്നെ ഓഡിറ്റ് വിഭാഗത്തിന് പ്രത്യേകമായിട്ട് ഇതേ രീതിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ താഴെ അഡീഷണൽ ഡയറക്ടർമാരുണ്ടായിരിക്കും. അപ്പോൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA ആണ് ഹെഡ് ഓഫ് ദ ഓഡിറ്റ് വിങ് സ്റ്റേറ്റ് ലെവലിൽ. അതിന് താഴെ അഡീഷണൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിന് താഴെ ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ജില്ലാതല ഓഫീസർമാർ, ഓഡിറ്റ് വിഭാഗം ജില്ലാതല ഓഫീസർമാർ ജോയിൻറ്റ് ഡയറക്ടർ എന്നാണ് പറയുക. അതിന് താഴെ ഡെപ്യൂട്ടി ഡയറക്ടർമാരും, അതിന് താഴെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അസിസ്റ്റൻ്റ് ഡയറക്ടർമാരാണ് താലൂക്ക് തലത്തിലുള്ള ഓഡിറ്റ് വിഭാഗത്തിൻ്റെ താലൂക്ക് തലത്തിലുള്ള മേധാവികൾ. അതിന് താഴെ ഓഡിറ്റേഴ്സ്. ഇങ്ങനെയാണ് ഓഡിറ്റ് വിങ്. അപ്പോൾ ജനറൽ വിങ് ഓഡിറ്റ് വിങ് രണ്ടായിട്ട് സഹകരണ വകുപ്പിൽ തിരിച്ചിട്ടുണ്ട്. അതേ രീതിയിലാണ് അതിൻ്റെ ഘടന. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്നാണ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് audit program is a plan of action taken by the auditor. It is prepared in advance. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു രേഖയാണ്. അപ്പോൾ ഇത് അനുസരിച്ചാണ് ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്യേണ്ടത്. അപ്പം ആദ്യമായിട്ട് സഹകരണ വകുപ്പിൽ പ്രവേശിക്കുന്നവർ ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കി അതനുസരിച്ച് ഓഡിറ്റ് നടത്തണം. പക്ഷേ ഇതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് സർവീസിൽ കയറുന്ന ഓഡിറ്റർമാർ എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി പറയുന്നത് ഓഡിറ്റ് മാനുവൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഓഡിറ്റ് മാനുവൽ എന്ന് പറയുന്നത് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓഡിറ്റ് ചെയ്യേണ്ടതിനെപ്പറ്റി എല്ലാം ഓഡിറ്റ് മാനുവലിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഓരോ 5 വർഷം കൂടുന്തോറും ഈ ഓഡിറ്റ് മാനുവൽ പരിഷ്കരിക്കണം എന്ന് സഹകരണ നിയമത്തിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ഓഡിറ്റ് മാനുവൽ സ്റ്റഡി ചെയ്തതിന് ശേഷം ഏത് സംഘത്തിൻ്റെയാണോ ഓഡിറ്റ് നടത്തേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റ് വർക്ക് കണക്കാക്കി
നമ്മളൊരു പ്രോഗ്രാം തയ്യാറാക്കും. അതാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഇതൊരു ടെൻറ്റേറ്റീവാണ്, ഇതിന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ടേക്കൺ ബൈ ദ ഓഡിറ്റർ. ഇനിയും നമുക്ക് ചില ടൈം ലിമിറ്റ്സിനെ പറ്റി നോക്കാം. അതായത് സഹകരണ സംഘങ്ങളിൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ചില സമയ ക്ലിപ്തത ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം. ആദ്യമായിട്ട് ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നതിനെ പറ്റിയാണ്. ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്മിറ്റഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് വിതിൻ 1 month ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ ടു ദ മാനേജിംഗ് കമ്മിറ്റി. അപ്പം സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് സാമ്പത്തിക വർഷം അവസാനിച്ച് 1 മാസത്തിനുള്ളിൽ ഓഡിറ്റിന് ആവശ്യമായ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും തയ്യാറാക്കി ഭരണസമിതിക്ക് സമർപ്പിക്കണം. പിന്നീട് പറയുന്നു, മാനേജിംഗ് കമ്മിറ്റി സബ്മിറ്റഡ് ദ ഡോക്യുമെൻറ്റ്സ് ആഫ്റ്റർ സ്ക്രൂട്ടണി ടു ദ ഓഡിറ്റർ വിതിൻ 1 month. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റി ഇത് പരിശോധിച്ചതിന് ശേഷം 1 മാസത്തിനുള്ളിൽ ഓഡിറ്റർക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അവിടെ 1 മാസമാണ് പറയുക. ഇനി ഓഡിറ്റർ ഓഡിറ്റ് പൂർത്തിയാക്കി ഓഡിറ്റ് നോട്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓഡിറ്റർ submit the audit report or audit note to the superior officer. AD ആകാം, JD ആകാം, ഡയറക്ടർ ആകാം, within 4 months after the completion of audit work. ഓഡിറ്റ് ജോലികൾ പൂർത്തിയാക്കി 4 മാസത്തിനകം ഓഫീസർക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി ഇങ്ങനെ കിട്ടുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ടെസ്റ്റ് ഓഡിറ്റ് നടത്തണമെങ്കിൽ നടത്തിയതിന് ശേഷം എല്ലാ പരിശോധനയ്ക്കും ശേഷം 3 മാസത്തിനകം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആ ഓഫീസർ സംഘത്തിന് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് വിൽ ഇഷ്യൂ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വിതിൻ 3 months. 3 മാസത്തിനുള്ളിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. After getting the audit certificate, within 30 days, the society paid the audit fees to the government. അപ്പോൾ ഇങ്ങനെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി, അതിൽ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് ഫീസ് 30 ദിവസത്തിനകം, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകം സർക്കാരിലേക്ക് ആ സംഘം അടച്ചിരിക്കണം. അതുകൂടാതെ ഓഡിറ്റ് ഡിഫക്റ്റുകൾ, അതിൽ പറഞ്ഞിരിക്കുന്ന ഡിഫക്റ്റുകൾ റെക്ടിഫൈ ചെയ്ത് 2 മാസത്തിനുള്ളിൽ രജിസ്ട്രാർക്കും അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് കോർപ്പറേറ്റീവ് ഓഡിറ്റിനെയും മാനേജിംഗ് കമ്മിറ്റി അത് വിവരം അറിയിച്ചിരിക്കണം എന്നും പറയുന്നുണ്ട്. ഓഡിറ്റ് ഡിഫക്ട്സ് റെക്ടിഫൈഡ് ബൈ ദ സൊസൈറ്റി വിതിൻ 2 months ആൻഡ് റിപ്പോർട്ട് ടു ദ രജിസ്ട്രാർ ആൻഡ് DCA. ഇതൊക്കെയാണ് ഇതിൻ്റെ ടൈം ലിമിറ്റ്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം ഈ ക്ലാസ് നിങ്ങൾ കേട്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.